ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ്. അതായത് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരും. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം. കാരണം പല സമയങ്ങളിലും പലർക്കും പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വോട്ടെടുപ്പിൻ്റെ സമയത്ത് അവരുടെ പേര് അല്ലെങ്കിൽ വോട്ടിൻ്റെ സമയത്ത് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിലില്ല എന്ന്. ഈ പ്രശ്നം ഒഴിവാക്കാൻ നമുക്ക് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിൻ്റെ മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ വരാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേര് ഇപ്പോൾ തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം എന്ന ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് വെക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് പോകുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ എങ്ങനെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അഡ്രസ് ബാറിൽ നമുക്ക് ഈ സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഏതാണോ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് പോകാനുള്ള ലിങ്ക് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവിടെ വന്ന് ഗോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് വരിക. ഇവിടെ നിന്നും ആദ്യം തന്നെ നമുക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്താൽ, അതായത് ഏതാണോ നമ്മുടെ ജില്ല അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ജില്ലയായ പാലക്കാട് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്നതാണ് ലോക്കൽ ബോഡി. അതായത് പാലക്കാട് ജില്ലയിൽ ഏത് പഞ്ചായത്തിലാണോ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മൾ ലോക്കൽ ബോഡി ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോക്കൽ ബോഡി ആയിട്ട് നമ്മുടെ പഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ പഞ്ചായത്തായ കോട്ടപ്പാട് ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് വാർഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ കോട്ടപ്പാടം പഞ്ചായത്തിനെ തന്നെ പല വാർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഏതാണോ നമ്മളെ വാർഡ് അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് 1ാമത്തെ വാർഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഓപ്ഷനായിട്ട് വരുന്നതാണ് പോളിംഗ് സ്റ്റേഷന്. അപ്പോൾ ഒരു വാർഡിൽ തന്നെ ചിലപ്പോൾ ഒന്നിലധികം പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് പോളിംഗ് സ്റ്റേഷനിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ പോളിംഗ് സ്റ്റേഷൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടുന്ന് 2ാമത്തെ പോളിംഗ് സ്റ്റേഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ കിട്ടുന്ന ലിസ്റ്റ് ഏത് ലാംഗ്വേജിലാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം മലയാളം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നേരെ ക്യാപ്ച, അതായത് ഈ കാണുന്ന അക്ഷരങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന് BHPSPR എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കാപ്പുറമ്പ് 1ാം വാർഡിൽ ഉൾപ്പെട്ട് 2ാമത്തെ പോളിംഗ് സ്റ്റേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരുടെ ലിസ്റ്റും നമുക്കിവിടെ കാണിച്ചു തരുന്നതാണ്. ഈ ലിസ്റ്റിൽ ആദ്യം തന്നെ നമുക്കിവിടെ കാണിച്ചു തരുന്നത് നെയിം, സീരിയൽ നമ്പർ, 2ാമത് നെയിം, 3ാമത് ഗാർഡിയൻ നെയിം, ഹൗസ് നമ്പർ, ഹൗസ് നെയിം, അതേപോലെ നമ്മൾ ഏജ്, ജെൻഡർ, അതേപോലെ തന്നെ നമ്മൾ ഏതാണോ ID കാർഡ് കൊടുത്തത് അതും നമുക്കിവിടെ കാണിച്ചു തരും. ഇത് നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ ഓരോ വാർഡിലും ചിലപ്പോൾ ഒരു വോട്ടിനായിരിക്കും ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ കയറാവുന്നതാണ്. ഇത് നിങ്ങളുടെ അടുത്തുള്ളവർക്കും അതേപോലെ നിങ്ങളെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം അവരും ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അവരുടെ വിലപ്പെട്ട വോട്ട് കൂടി ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട്